അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ ഉമ്മയൊക്കെ ശരി. എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് അമ്മേന്റെ അടുത്തിട്ടോ. നിനക്ക് അതല്ല ആ ചോദ്യം എന്താന്ന് ചോദിക്കൂ. ഇതിനു മുമ്പ് ഞാൻ അമൂൽ ബേബി എന്ന് പറഞ്ഞതല്ലേ അമ്മ ദേഷ്യപ്പെട്ട് നിൽക്കണ്ടാവുന്നത്. അത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ പറഞ്ഞ അമ്മ ശ്രദ്ധയോട് കേട്ടിട്ട് ചീത്ത പറഞ്ഞാൽ മതി കേട്ടോ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം നോക്ക് അമ്മയുടെ ശരിക്കുള്ള മുഖം എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഈ ആധാർ കാർഡിൽ തെളിയാത്ത ഫോട്ടോ ഉണ്ടാവില്ലേ, അതുപോലെയാണ്. കാരണം എന്താ പറഞ്ഞാൽ, ചില ദിവസം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ, ചില ദിവസം ശരിക്കും ആധാർ കാർഡിലെ ഫോട്ടോ ഇല്ലേ, അതുപോലെ ഒരു പിടിയും കിട്ടില്ല. ഇന്ന് എങ്ങനെ ഉണ്ടാവും അമ്മ? ഒരു പിടിയില്ല. അന്നത്തെ ദിവസം എണീറ്റാൽ മാത്രമേ അറിയുള്ളൂ. ഇന്നലെ ഒരു മങ്ങിയ മുഖം, മിനിഞ്ഞാന്ന് ഒരു നല്ലൊരു മുഖം, ഇന്നൊരു നല്ലൊരു മുഖം. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ആകാശത്തെ ചന്ദ്രനെ പോലെ, ചിലപ്പോൾ ഈദിൻ്റെ ചന്ദ്രനില്ലേ അതുപോലെ, ചിലപ്പോൾ സത്യം പറയുകയാണെങ്കിൽ പട്ടി ബിസ്ക്കറ്റ് പോലെ ഒരു പിടി. അങ്ങനെയല്ല, ഒരു പിടിയും കിട്ടില്ല. എങ്ങനെയാ അത് സംഭവിക്കണത്? ഞാൻ തന്നെ ഇടയ്ക്ക് ആലോചിക്കുന്നുണ്ട്. അല്ല, ഇവിടെ കേക്ക് എങ്ങനെയാണ് ഈ അമ്മക്ക് പെട്ടെന്ന് സൗന്ദര്യം വരും? അമ്മ നോക്ക്, പട്ടി നമ്മുടെ ഒരു കുട്ടിയായിരുന്നു മറക്കരുത് കേട്ടോ അമ്മ. അതേത് പട്ടിയായിരിക്കും? ടിപ്പ് പട്ടി. അത് നമ്മുടെ കുട്ടിയല്ലേ? അപ്പൊ അതിന്റെ ഒരു ബിസ്ക്കറ്റ് മോശപ്പെട്ടതാണ് അമ്മ. ആ നാടൻ പട്ടിക്ക്, നാടൻ പട്ടി പറഞ്ഞ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഞാൻ അതും കൂടി പറയാം. നമ്മുടെ പട്ടീനെ ഞാൻ മോശപ്പെടുത്തുന്നില്ല. ടിപ്പുവിനെ മോശപ്പെടുത്തിയ എന്നെയോ ബിനുവിനെയോ നിൽക്ക് നായയാണ്. അത് പറയുമ്പോൾ പട്ടിയാണല്ലോ രസം. അപ്പൊ എന്നെയോ വിനോദിനെയോ അനുമോടൊക്കെ ഒരാളെ കുറ്റം പറഞ്ഞാലും നീ ചിലപ്പോൾ സഹിച്ചു എന്ന് വരും. പക്ഷെ നിന്റെ ടിപ്പുവിനെ കുറ്റം പറഞ്ഞാൽ നീ സഹിക്കില്ല. കാരണം എന്താ പറയും, അതിന് നിനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇത്തിരി മോശമാണ്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ ആധാർ കാർഡിലെ ഫോട്ടോ കൊണ്ടുപോയിട്ട് ഞങ്ങളാണ് വന്ന് കാണിച്ച് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് ഏതോ ഒരു തീവ്രവാദിയാണ് പറയും ചിലരെ പറയും നിങ്ങൾ ആരോ ആണ് പറയും. മമ്മൂട്ടിയുടെ ഫോട്ടോ കണ്ട ആൾക്കാർ പറയും മാമുക്കോയാണ് പറയും. മാമുക്കോയുടെ ഫോട്ടോ കണ്ട മമ്മൂട്ടിയാണ് പറയും. അങ്ങനെ വ്യത്യാസങ്ങൾ ഫോട്ടോയിൽ വരും. അത്ര ഭംഗിയുള്ള ഫോട്ടോ ആണ് ഞങ്ങളുടെയൊക്കെ ഫോട്ടോ അതിൽ കാണുന്നത്. അതിനിപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാനുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഞാൻ ആലോചിക്കുകയാണ്, എങ്ങനെ ഇത് സംഭവിക്കുന്നു? പോട്ടെ. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഉണ്ടോ ഇല്ലേ? ഒരു ചോദ്യത്തിനും കൂടി മറുപടി പറയണം. അമ്മക്ക് സൗന്ദര്യം ഉണ്ടോ, സൗന്ദര്യം ഇല്ലേ? ഓ എൻ്റെ അമ്മോ. അമ്മ, ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞു തരട്ടെ. ഉറപ്പായിട്ടും പറയാം ഓരോരുത്തർക്കും. അമ്മയ്ക്കല്ല, സൗന്ദര്യമുണ്ട്. കാരണം എന്താ പറയുക, അമ്മയെ കാണുന്നത് ആദ്യം അമ്മയുടെ കണ്ണുകളാണ്. അമ്മയുടെ കണ്ണിന് അമ്മ സൗന്ദര്യമുള്ളവളാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കണ്ണിന് സൗന്ദര്യം അല്ല. ലോകത്തിലെ എല്ലാ ദൈവത്തിന്റെ സൃഷ്ടിക്കും സൗന്ദര്യം. അതന്നെ ഞാൻ പറഞ്ഞതിന്റെ പൊരുളൊന്ന് മനസ്സിലാക്കോ. അല്ല കേക്ക്. അപ്പൊ അമ്മ പറയാം എനിക്ക് സൗന്ദര്യമൊന്നും ഇല്ല, ഇപ്പൊ എന്താ വേണ്ടി പറയാം. അതിന് ഞാൻ മറുപടി പറയാണ്, അമ്മയുടെ കണ്ണിൽ അമ്മ സുന്ദരിയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കണ്ണിൽ സൗന്ദര്യം ഇല്ലെങ്കിലും നിനക്ക് നീ സുന്ദരിയാണല്ലോ. നീ എണിച്ചത് ആദ്യം കാണുന്നത് നിന്റെ കണ്ണാണല്ലോ, അമ്മയുടെ കണ്ണാണല്ലോ അമ്മനെ ഐഡന്റിഫൈ ചെയ്യുക അല്ലേ? അമ്മ കണ്ണാടി നോക്കുമ്പോൾ എൻ്റെ കണ്ണും കൊണ്ടാണോ അമ്മ അമ്മേനെ കാണുന്നത്? അമ്മയുടെ കണ്ണുകൊണ്ട്. അപ്പൊ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് അമ്മനെ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അമ്മ കണ്ണാടി നോക്കണത്. അപ്പൊ അമ്മയ്ക്ക് അമ്മ സൗന്ദര്യവതിയാണല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് അവനവൻ സൗന്ദര്യമുള്ളവരുമാണ്. അപ്പൊ ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് നിന്റെ കണ്ണിന്റെ കുഴപ്പമാണ് പറഞ്ഞ പരിപാടി കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? നമസ്കരിച്ചു. അത് എന്താണ് പറഞ്ഞേ? അല്ല പറഞ്ഞോളൊന്നും അറിയും. ഒരു മെഴുക്കുവരട്ടി അത്തോരൻ എന്തോ അല്ല, ഇതൊക്കെ അഹങ്കാരല്ലേ? അതിന്റെ രണ്ടിന്റെ വ്യത്യാസം എനിക്ക് ചിലപ്പോ അറിയില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. ഞങ്ങളുടെ രണ്ട് മക്കളുടെ വ്യത്യാസം നമുക്ക് അറിയാലോ. അമ്മ ആരാ രഞ്ജിത്ത്, ആര് വിനോദം ചോദിച്ചാൽ നമുക്ക് അറിയാലോ. അതിന് വ്യത്യാസം ഒന്നും ഇല്ലല്ലോ. ഭഗവാൻ അദ്ദേഹം അറിയാലോ. ആര് കുത്തി? ഇതിനെന്തിനാ കൊത്തവര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കന്നഡത്തിൽ ഇതിനെ ഗോരിക്കായ് എന്ന് പറയും. അല്ല, അത് എന്തെങ്കിലും കായ് എന്ന് പറഞ്ഞോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന് കൊത്തവര എന്ന് പേര് വന്ന് എന്തിനാണെന്നറിയോ? ഇത് എവിടെ ഉണ്ടാവുക? ചെടിയിലല്ലേ ഉണ്ടാവുക. ഈ ചെടി ഇതിന് അവരെന്നാണ് പേര് വെച്ചത്. അവരെന്ന് പേര് വെക്കുന്ന സമയത്ത് വീട്ടിൽ വളർത്തിയ കോഴി പോയിട്ട് അതിനെ കൊത്തി. അപ്പോൾ ആ കോഴി കൊത്തി എന്ന് പറഞ്ഞു. കോഴി കൊത്തി അവരെന്നാണ് ആദ്യം വന്നത്. അപ്പൊ പച്ചക്കറിനെ കേക്ക് കോഴി കൊത്തി അവരാന്ന് പറഞ്ഞാൽ കോഴി ഇട്ട് അവരൊക്കെയാന്നല്ലേ വിചാരിക്കുക. അപ്പൊ ചെറിയൊരു ട്രാൻസ്ലേറ്റിംഗ് മാറ്റിയിട്ട് കൊത്തവര എന്ത് കൊത്തി? കോഴി കൊത്തി. അത്ര തന്നെ. അമ്മ ഒരു വിദ്വാൻ സംസാരിക്കുമ്പോൾ നിർത്തൂന്ന് പറയരുത്. ചക്കക്കുരു പിന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പും മഞ്ഞളും ഇട്ടിട്ട്. ഇത് രണ്ടും കൂടിയിട്ടാണ് ഞാനൊന്ന് തോരണം തോരണം അങ്ങനെ പറയാം. പിന്നെ അതിന് വേണ്ട സാധനങ്ങള് ഉണക്കമുളക്, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില, ചതച്ച
ചതച്ച മുളക്. ആ എന്നും ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ആ അപ്പൊ ആദ്യം അമ്മ ഇനിയൊരു കാര്യം ചെയ്താൽ മതി. അതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒഴിയോ ബാക്കിയുള്ള ദിവസം കാണിക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ ഇതല്ലാണ്ട് അമ്മ ഒരു സാധനം കാണിക്കാറില്ല. അതിന് വേണ്ട സാധനങ്ങൾ അതിന് വേണ്ട എന്തോ സാധനങ്ങൾ വന്നാൽ ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ടാവും. ഒരു പച്ചമുളകും. എണ്ണ ഒന്നും ഒഴിക്കാണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അതെന്തിനാ? അങ്ങനെയാണ് ഇത്. ഓ ഇത് എണ്ണ ഇടാത്ത ഡിഷാണോ? എണ്ണയിടോ, ഇത് ആദ്യം ഒന്ന് വറുത്തെടുക്കാനേ. അപ്പൊ ഇത് എണ്ണ ഇടാണ്ട് ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു തുള്ളി എണ്ണ ഒന്നും ഒഴിക്കാണ്ട്. എങ്ങനെ? ആരിന്റെ എണ്ണ ഒഴിക്കാണ്ട്? ഒരു തുള്ളി എണ്ണ പോലും ഒഴിക്കാണ്ട് ഇതിനൊന്ന് വറുത്തെടുക്കണം. ഒരു തുള്ളി എണ്ണ അല്ലെങ്കിൽ ആരും ഒഴിക്കാറില്ല. പക്ഷെ നമ്മള് വെണ്ടയ്ക്കൊക്കെ വാട്ടില്ലേ അതുപോലെ കരിക്കാൻ പാടില്ല. കരിക്കാൻ പാടില്ല. വെണ്ടയ്ക്കൊക്കെ നമ്മൾ എണ്ണ ഇടും, പക്ഷെ ഇതിലേക്ക് എണ്ണ വേണ്ട. നമ്മൾ കരിക്കത്തില്ല. കരിക്കാൻ വേണ്ടിയിട്ട് ആരും അങ്ങനെ വാട്ടില്ലല്ലോ. കരിക്കാതെ വാട്ടുക. വാട്ടുകയല്ല, വറുക്കുക. വറുക്കുക. അങ്ങനെ എണ്ണ ഇടാണ്ട് ചെയ്യുമ്പോൾ വറുക്കുക തന്നെ ചെയ്യാം. അപ്പൊ ഇത് അങ്ങനെ. അപ്പൊ ഇതിനൊരു പ്രത്യേക സ്വാദാണ്. എണ്ണ ഇടാണ്ട് വരട്ടുമ്പോഴാ? എണ്ണ ഇടാണ്ട് വറുക്കല്ല, വറക്കുക. വറക്കുക. വാട്ടുക അങ്ങനെ എന്തെങ്കിലും. ഇത് ഇത് കഴുകി എന്നിട്ട് ഇതിനെ തുടച്ച് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. കഴുകി തുടച്ച് അരിഞ്ഞു വെച്ചാണ്. ഇതിപ്പോ നിങ്ങൾക്കൊന്നും വേണ്ട, തൊട്ടുപോലും നോക്കില്ല എന്നൊക്കെ അറിയാം. എന്നാലും അങ്ങനെയൊന്നും പറയരുത്. ഇപ്പൊ ഞാൻ കുറേശ്ശെ എല്ലാം കൂട്ടി നോക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഇത് നീ കൂട്ടില്ല. നോക്കാലോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. ചക്കപ്പൂര് കൂട്ടായിരിക്കും. ഇതുണ്ടോ ഇങ്ങനെ ഇതിന്റെ ഒരു അമ്മ പൊതുവെ ഇപ്പൊ അമ്മേനെ എന്നെ വിളിക്കാറ് മണ്ടെന്നാണല്ലോ. ഞാൻ എപ്പോഴും ഏതാണ്ട് ദിവസങ്ങളിലൊക്കെ മണ്ടെന്നാണല്ലോ. പിന്നെ ചിലർ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈ മണ്ടൻ കഴുത ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ടീച്ചർമാരാണെങ്കിൽ മണ്ടാന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇട കഴുതയെന്ന് വിളിക്കും. ഈ രണ്ട് വിളികളും സ്വാഭാവികമാണല്ലോ. ആണോ അല്ലേ? നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്ത് ആദ്യം വിളിക്കും ഇട മണ്ട. അതങ്ങനെയല്ല ചെയ്യുക. എങ്ങനെയാണ്? അതല്ലെങ്കിൽ ഇട കഴുതേ, ഇട കഴുതേ. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അങ്ങനെ പറയില്ലേ? അപ്പൊ ഒരു കഴുതടി മണ്ടന്റെ കഥ പറഞ്ഞു കേട്ടോ. എന്താന്നറിയാമോ? പണ്ടൊരു കാലത്ത് ഒരു കണക്ക് കൂട്ടുന്നത് പണ്ട് അങ്ങനത്തെ കുറെ കാലങ്ങൾക്ക് മുമ്പ്. അങ്ങനെയൊന്നും ചോദിക്കരുത്. കേക്ക് ഒരു കഥ അമ്മ ഒരു കഥ പറയുമ്പോ അതിന് ഇത്രത്തോളം ചോദ്യം ചോദിക്കരുത്. കഥയ്ക്ക് അവസാനം ചോദിക്കുക. കഥയ്ക്ക് തുറക്കം തന്നെ ചോദ്യം ചോദിച്ചാൽ എനിക്ക് കഥ പറയാൻ തെറ്റിപ്പോവും. നമ്മുടെ ഒരു കാൽക്കുലേഷൻ എത്ര വർഷം വേണം? ശരി, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ്. ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയല്ലല്ലോ, ഞാൻ കേട്ട കഥയാണ്. അത് മതിയോ? അപ്പോ എന്റെ ഭഗവാനെ ഈ പുക സഹിക്കാൻ പറ്റില്ല. അമ്മ പറയണം എന്നാ അമ്മ പറഞ്ഞു. അപ്പോ എങ്ങനെ കഥ പറയും? ഈ പുക മുഴുവൻ എന്റെ വായിലേക്ക് പോകണം. അപ്പോ അമ്മ കഥ പറയുമ്പോ ഇടയ്ക്ക് എന്നെയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എന്നല്ല എനിക്കൊരു അപ്പോ എന്താ പറയാ കേക്കൂ? ആ മൂടെങ്കിലും വേണം. അല്ല കേക്കമ്മ കേൾക്കൂ അമ്മ. അപ്പോ ഇങ്ങനെ ഒരു ആശ്രമം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല ഒരു ആശ്രമം, ഒരു സന്യാസം നടത്തുന്ന ഒരു ആശ്രമം. ഓ എന്നെ പറയാൻ അല്ല, ഇന്ന് തന്നെ കൊലക്ക് കൊടുക്കാനുള്ള എല്ലാ പരിപാടിയും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പറയാൻ സമ്മതിക്കില്ല നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോളേ അമ്മ ഇതാണ് ഞാൻ പറയണത്. ചിലപ്പോ അമ്മ ശ്രീകൃഷ്ണന്റെ രാധയായിട്ട് മാറും, ചിലപ്പോ അമ്മ കംസന്റെ ഭാര്യയായിട്ട് മാറും. ഇതിൽ ഏതാണ് അമ്മ എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇന്ന് അമ്മ കംസന്റെ പൊണ്ടാട്ടിയാണ്, കൃഷ്ണന്റെ രാധയല്ല. വെറും ഇത് പറയല്ലേ, തെറ്റിക്കല്ലേ എന്നെ? തെറ്റിക്കാൻ നിൽക്കുന്ന എന്തെങ്കിലും അമ്മ ഒരു കഥ പറയല്ലോ, അന്ന് ഞാൻ തെറ്റിച്ചു തരാട്ടാ. അപ്പോ ഈ ആശ്രമം, ഏതാശ്രമം? ഞാൻ പറഞ്ഞൊരു ആശ്രമം. ആശ്രമം വലിയ കുഴപ്പമൊന്നുമില്ലാണ്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആശ്രമത്തിൽ നിന്ന് ഗ്രാമവാസികൾ മുഴുവനും അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം കാണികയായിട്ട് സ്വാഭാവികമായിട്ടും കൊടുക്കുമല്ലോ. ജനങ്ങൾ എവിടെ കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ ആശ്രമത്തിൽ നിന്ന് പ്രാർത്ഥന കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത് ആശ്രമം വലിയ കുഴപ്പമില്ലാണ്ട് പോകുമ്പോൾ ആശ്രമത്തിലെ സന്യാസിക്ക് ആകെ ഉണ്ടായൊരു ദുഃഖം എന്താ അറിയോ? അവിടെ ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യന് മാത്രം ഒന്നിലൊരു കഴിവില്ല. ബാക്കിയുള്ളവർക്ക് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ്
ഉപദേശം നൽകണ്ട്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇത് മുഴുവൻ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ അതേ ആശ്രമത്തിൽ വളർന്ന വേറൊരാൾക്ക് ഇതിൻ്റെ ഒന്നിൻ്റെയും പ്രത്യേകിച്ചൊരു കഴിവില്ല. സ്വാഭാവികമായിട്ട് എൻ്റെ അമ്മ വിളിക്കുന്ന മണ്ടൻ 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 എന്ന് വിളിക്കുന്ന പോലെ മണ്ടൻ, അതുപോലെ തന്നെ അവിടെ ഒപ്പമുള്ള രഞ്ജിത്തിനെ പോലെ മണ്ടൻ. അപ്പോൾ ഒപ്പമുള്ള സന്യാസി കൂട്ടുകാരന്മാർ മുഴുവനും ഈ സന്യാസിനെ നോക്കിയിട്ട് വിളിക്കുന്നത് ഇത്ര മതി. ഇതങ്ങനെ ചെറുതായിട്ട് ഇതിലൊരു പുള്ളിയും കുത്തൊക്കെ വരും. അപ്പൊ ഇതിനെ മാറ്റി വെക്കാം നമുക്ക്. ഈ പുള്ളിയും കുത്തും വരുത്താണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ സ്വാദം. വേറൊരു ചട്ടി നമുക്ക് ചിലതിന്റെ പുള്ളിയും കുത്തും വേണം നമുക്ക് മനസ്സിലായില്ലേ? അപ്പോഴാണ് അതിന്റെ സ്വാദം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെ പുള്ളിയും കുത്തും പറഞ്ഞാൽ അപ്പോഴാണ് ഇതിന്റെ വറവ് കറക്റ്റ് ആവുക. എന്നാൽ കരിയാനും പാടില്ല. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. ഇനി ഇത് അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് ഇത് ചൂടായ എണ്ണ ഒഴിക്കുക. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ കഥ പറഞ്ഞാൽ മതിയോ? അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ തോട്ടിയിട്ട് എൻ്റെ കഥ ഞാൻ മറന്നു പോകും. അപ്പൊ ആലോചിച്ച് വെച്ചാട്ടോ. അപ്പൊ ഒപ്പമുള്ള ശിഷ്യന്മാര് മുഴുവനും ഇവനെ പുച്ഛിക്കും. ഒന്നിനും കൊള്ളാത്തവനാണ് നീ ആശ്രമത്തിലൊരു കഴുതയുണ്ട്. എന്തിനാണുള്ളതറിയോ? ഈ തുണിയൊക്കെ അതിന്റെ മുകളിലിട്ട് നമ്മുടെ തിരുമണ തുണിയൊക്കെ ഇല്ലേ, അതൊക്കെ തിരുമ്പാൻ കൊണ്ടുപോകാനൊക്കെ അന്ന് കാലത്ത് കഴുതേനാണ് ഉപയോഗിക്കുക. അതുപോലെ പാചക വസ്തുക്കൾ കൊണ്ടുവരാൻ നമ്മുടെ വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ, അപ്പൊ ഈ വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നത് കഴുതയാണ്. അപ്പൊ ആ ശിഷ്യനോട് ബാക്കി ശിഷ്യന്മാര് പറയും, എടാ നീയും ആശ്രമത്തിലെ കഴുതി ഏതാണ്ട് ഒരേപോലെയാണ്, നിനക്കും വിവരമില്ല കഴുതിക്കും വിവരമില്ലാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ അമ്മ എന്നോട് പറയില്ലേ, ഏതാണ്ട് അതേപോലെ തന്നെ നിനക്കും വിവരമില്ല കഴുതിക്കും വിവരമില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ മണ്ടനും വിവരമില്ല ആ കഴുതിക്കും വിവരമില്ല എന്ന് പറഞ്ഞു. ബാക്കി കഥ നമ്മുടെ ഈ ഏതാണ്ടൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. അപ്പൊ ആലോചിച്ച് വെച്ചാട്ടോ. ആഹാ, അതൊന്നും കൂടി അമ്മ പ്രസ് ചെയ്ത് പറയാണല്ലേ. അമ്മ ഇത് എന്തോ എനിക്കിട്ട് ശരിക്കൊരു സീലടിക്കുകയാണോന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് തിരിയും. എന്താ ഒരു സന്തോഷം എന്നെ പറയുമ്പോ എന്റെ ഭഗവാനെ. ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നല്ല. എന്നെക്കാട്ടിലും വിനോദിനെക്കാട്ടിലും ഇഷ്ടം അന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ടിപ്പു എന്ന് പറഞ്ഞ ഞങ്ങളുടെ നായ്ക്കുട്ടിയാണ്. എന്നിട്ട് അമ്മ എന്തെങ്കിലും അതിനെ തൊട്ട് കെട്ടിപ്പിടിച്ച റൂം കൊടുത്തിട്ടുണ്ടോ? അതെന്താ ഇല്ലാത്ത? അകലേന്ന്? എത്ര അകലേന്ന്? അയ്യോ, അത് അതിന്റെ തലയിലൊന്ന് തൊട്ടിട്ടുണ്ടോ? അതെന്താ തൊടാണ്ടിരുന്ന്? അങ്ങനെയുള്ള സ്നേഹമൊന്നുമില്ല. ഭക്ഷണം കൊടുക്കുക. സംസാരിച്ചിട്ടുണ്ടോ അതിൻ്റെ അടുത്ത്? എന്താ സംസാരിക്കാത്തത്? എന്താ ഒരെണ്ണം പറയും. ഇപ്പൊ നമ്മളൊക്കെ പുറത്തു പോയി ടിപ്പു അവിടെ വീട്ടിൽ പോകുമ്പോൾ അപ്പൊ ചങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാലും എങ്ങനെ പറയും? ടിപ്പു തിരിച്ചെന്ത് സംസാരിക്കും? ചെറിയുള്ളി. എന്നാലും അമ്മ ഒരു നായക്ക് ഇത്രയും മഹാന്റെ ഒരു പേര് വെക്കാൻ പറയും ടിപ്പുവിനും. അതൊരു രാജാവിന്റെ പേരല്ലേ? മൈസൂർ ടൈഗറിന്റെ പേരല്ലേ? ഏത് ആണോ? അല്ല, ഞങ്ങൾക്കൊക്കെ ഈ സാധാരണ പേര് രഞ്ജിത്ത്, വിനോദ് എന്നൊക്കെ ഇട്ടിട്ട് അതിന് ടിപ്പു സുൽത്താൻ. എന്താ അമ്മ അത് അക്രമം? ടിപ്പുന്ന് മാത്രം മതിയല്ലോ, നല്ല പേരല്ലേ? അത് നമ്മുടെ എരിവിന് എത്ര വേണ്ടി വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കണം. എരിവിടെ മുളകാണ്. അപ്പം ഇനി ഇതിൻ്റെ ഒരു മണം വരണം, മൂത്തൊരു മണം വരണം. ആർക്ക് വരണം? ഇതിന് ഞാൻ എല്ലാത്തിനും വെളുത്തുള്ളി ഇടാറുണ്ട്. ഇതിന് ചെറിയുള്ളി മാത്രമായിട്ടുള്ളൂ, വെളുത്തുള്ളി ഇല്ല. ഇതിനൊരു മണം വരണം പറഞ്ഞില്ല. ആർക്കാ വരുന്നത്? നമ്മുടെ മൂക്കിലേക്ക് മണം അടിക്കണില്ലേ? എനിക്കൊന്നും അടിക്കുന്നില്ലേ? പോണം. ഇപ്പം അടിക്കാൻ തുടങ്ങി കേട്ടോ. ഒരിത്തിരി ഉപ്പ് എന്ന് പറഞ്ഞാൽ ചക്കക്കുരുവിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് വേണ്ട ഉപ്പ് ആവശ്യത്തിന് മതി. ചക്കക്കുരുവിന് ഇത്തിരി ഉപ്പിട്ടത് കാരണം നല്ല മണല്ലേ. ഇത് ചെറിയുള്ളി ഉണക്കമുളക് ചതച്ചതൊക്കെ വറുക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ഈ വാട്ടി വെച്ച ഇപ്പം അമ്മ പറഞ്ഞ മണം ശരിക്കും ഇപ്പടെ വരാൻ തുടങ്ങിയിട്ട്. നേരത്തെ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ ചീത്തയൊക്കെ ഉണ്ടാച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒരു മണം വന്നില്ല, ഇപ്പം വന്നു. എനിക്കിപ്പളാ വന്നു. ആ മണമല്ല അത്, അമ്മ സെന്റ് അടിച്ചിട്ടുണ്ട്, അതിന്റെ മണാണ്. ആ
അമ്മേ അടിച്ച പെർഫ്യൂമിന്റെ മണമാണ് ഓടാ ഞാൻ കുറച്ചൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. കുളി കഴിഞ്ഞിട്ട് അടുക്കള കയറിയതാണ്. എന്നിട്ട് എന്താണ് ഉണ്ടാക്കി? ദോശ ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് ഞാനിപ്പോ ഇവിടെ നിന്നിരിക്കുകയാണ്. ഇപ്പൊ പെർഫ്യൂം മേടിക്കാൻ പോവാണ് ഞാൻ വീട്ടില്. പിന്നെ അച്ഛൻ ഇതിനെ എവിടെ നിന്ന് പാസ്സായോ? എവിടുന്ന് ഒരു മണം വന്നമ്മ? അത് അച്ഛനായിരിക്കും. എന്നിട്ട് നമുക്ക് ഇത് അച്ഛൻ എന്തിനാ എപ്പോഴും സെറ്റ് കുളിച്ച് നടക്കണം? അപ്പൊ അടച്ചു വെക്കാം കേട്ടോ. അത് വേഗം എന്തോളൂ, പെട്ടെന്ന് വരും കേട്ടോ. അപ്പൊ അഞ്ഞു പറഞ്ഞോ, ഇനി അത് വേഗം വരെ എന്നോട് തെരപ്പ് കയറി നോക്കി പിടിക്ക്. അപ്പൊ ഞാൻ എവിടെ നിർത്തി? മണ്ടെന്ന് വിളിക്കാം. ഞാൻ വിളിക്കും പോലെ അവരും മണ്ടെന്ന് ശിഷ്യന്മാരും അങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ എന്നും ആ ഗുരുകുലത്തെ ഗുരുവിന് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ശേഷം ഇവൻ എന്താവും, കാരണം ഒരു മണ്ടനാണല്ലോ. എന്താവുന്ന ചിന്തയിലിരിക്കുമ്പോൾ ചിന്തയ്ക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ അയ്യോ ഇതിൻ്റെ പുക സഹിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ആ നാട്ടിൽ കൃഷിനഷ്ടങ്ങളൊക്കെ സംഭവിച്ച ഒരു ഗ്രാമമാണ്. അങ്ങനെ അവിടെയുള്ള സമ്പന്നതകളൊക്കെ കുറഞ്ഞ് കൃഷിയൊന്നും ഇല്ലാണ്ടായി, മഴയൊന്നും ഇല്ലാണ്ടായി, എല്ലാം നശിക്കാൻ തുടങ്ങി. അങ്ങനെ നശിക്കാൻ തുടങ്ങുമ്പോൾ ആശ്രമത്തിന് വരാനുള്ള കാശുകളൊക്കെ കുറഞ്ഞു, വരുമാനം ഇല്ലാണ്ടായി. ആശ്രമം പൂട്ടേണ്ട ഒരു കാലം വന്നു. അങ്ങനെ ആശ്രമം പൂട്ടേണ്ട കാലം വരുമ്പോൾ ഗുരുക്കൾ സ്വാഭാവികമായിട്ട് ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു. ഗുരുക്കൾക്കൊന്നും വേണ്ടല്ലോ, സത്യസന്ധമായ സന്യാസിയാണ്, കള്ളസന്യാസി അല്ലാത്തതുകൊണ്ട് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ശിഷ്യന്മാരെ എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വെച്ചാൽ നിങ്ങളതൊക്കെ എടുത്തിട്ട് പൊക്കോളൂ. ഇനി ആശ്രമം പൂട്ടുകയായി, ഞാൻ ഇവിടുന്ന് എവിടേക്ക് യാത്ര ആയിക്കോളാം. നിങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ ആശ്രമത്തിനുള്ളിലുള്ളത് എന്താ നിങ്ങൾക്ക് വേണ്ടിച്ചാൽ നിങ്ങളത് എടുത്തിട്ട് പൊക്കോളൂ പറഞ്ഞു. സ്വാഭാവികമായിട്ടും എന്തുണ്ടായി? എല്ലാവരും അവരവർക്ക് വേണ്ട സാധനങ്ങൾ പെറുക്കി കൊണ്ടുപോയി. അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ? ആ മണ്ടനായവൻ ഒന്നും കൊണ്ടുപോയില്ല. ആശ്രമത്തിൻ്റെ എല്ലാ ശിഷ്യന്മാരും ഗുരുക്കൾക്ക് ടാറ്റ പറഞ്ഞിട്ട്, ടാറ്റ ഗുരുക്കളെ, ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആശ്രമം തുടങ്ങി വിജയിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ എവിടെയെങ്കിലും ആശ്രമം തുടങ്ങാൻ വഴിയുണ്ടെങ്കിൽ, ഇനി എപ്പോഴെങ്കിലും ഗുരുക്കൾ ഇതുപോലെ വലിയൊരു കൊട്ടാരം പോലെ ഒരു ആശ്രമമൊക്കെ പണിയാണെങ്കിൽ അന്ന് അതിൽ വരുമാനം ഞങ്ങൾ വരാം ഗുരുക്കളെ, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ചെറിയ രീതിയിൽ നിങ്ങൾ പഠിപ്പിച്ചെന്നൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ജീവിച്ചോളാൻ വന്നാൽ അവിടെ ഉള്ളത് മുഴുവൻ വാരിപ്പൊറുക്കിയിട്ട് അവരൊക്കെ ഇങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു. പാവം ഗുരുക്കളെല്ലാം പോയി വന്നിട്ട് ആശ്രമത്തിനുള്ളിലേക്ക് വരുമ്പോൾ ആ മണ്ടൻ അവിടെ നിൽക്കണം മുട്ടയടിച്ചിട്ട്. അവിടെ ഉള്ളവർ മുഴുവൻ മുട്ടകളാണ്, ഈ മുട്ട മാത്രം മുട്ടയടിച്ചിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ ചോദിച്ചു, എടാ മണ്ടൻ ശിഷ്യ, നീ ഇപ്പോഴും ഒന്നും കൊണ്ടുപോയില്ലടാ വെച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, എന്താ കൊണ്ടുപോകണമെന്ന് മനസ്സിലായില്ല, എനിക്കൊന്നും വേണ്ട പറഞ്ഞു. അപ്പോൾ അവസാനം നീ മണ്ടനായോ? ഇനി നീ എങ്ങനെ ജീവിക്കും മണ്ട? ഒരു കാര്യം ചെയ്യൂ, നിനക്ക് തരാൻ ഇവിടെ എന്താ ഉള്ളത് നോക്കുമ്പോൾ എല്ലാവരും ഉപേക്ഷിച്ച് പോയൊരു കഴുതയുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇത് മാത്രമേ ഇനി ഇവിടെ ബാക്കിയുള്ളൂ. ഈ കഴുതേനെ കൊണ്ട് നീ പൊക്കോ, നിനക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ എന്ന് എനിക്കറിയില്ല, ഈ കഴുതയായിട്ട് നീ സഞ്ചരിച്ചോളാൻ പറഞ്ഞു. ശിഷ്യൻ ഗുരുക്കളുടെ കാലൊക്കെ തൊട്ട് ഗുരുക്കളെ അനുഗ്രഹിക്കണം പറഞ്ഞു. അനുഗ്രഹം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ബാക്കി ശിഷ്യന്മാർ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. ഇപ്പോൾ ഉടുത്ത തുണി ഈ അനുഗ്രഹം മാത്രമേ ഉള്ളൂ, എടുത്തോളൂ വന്നിട്ടൊരു അനുഗ്രഹം ഫ്രീ ആയിട്ട് ഗുരുക്കൾ കൊടുത്തിട്ട് ഗുരുക്കൾ ഒരു പരദേശിനെ പോലെ ഗുരുക്കൾ ഉടുത്ത തുണിയുടെ എവിടേക്കോ നടന്നുപോയി. ശിഷ്യൻ എന്ത് ചെയ്തു? എങ്ങനെ ജീവിക്കണമെന്ന് ഒരു പിടിയില്ല. ഈ ആശ്രമത്തിൽ നല്ല ഭക്ഷണവും കിട്ടും, ഈ ഗുരുക്കൾ പറഞ്ഞു തന്നല്ല ഒരു മന്ത്രവും പഠിച്ചിട്ടില്ല, എവിടെയെങ്കിലും പോയിട്ട് ഗുരുവായിട്ട് ജീവിക്കാനും പറ്റില്ല, നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ദൂരം എത്തുമ്പോൾ ഈ മണ്ടന് സമയത്തിനും നേരത്തിനും കഴുതയ്ക്ക് തിന്നാൻ കൊടുക്കണം എന്നുള്ള ബുദ്ധിയും കൂടി ഇല്ലല്ലോ, അവനും തിന്നാനില്ല. അവൻ എവിടെ പോയിട്ട് കുറേ ദൂരം നടന്നു, എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കിട്ടുമ്പോൾ അതെടുത്ത് തിന്നു. അതൊന്നും ഈ കഴുത തിന്നില്ല. കഴുതയ്ക്ക് തിന്നേണ്ടത് എന്താണെന്ന് ഈ മണ്ടൻ അറിയില്ല. കഴുതയ്ക്ക് തിന്നാൻ ശരിയായിട്ട് കൊടുത്തൂല്ല. കഴുത കുറേ ദൂരം കഴിയുമ്പോൾ കഴുത ഞങ്ങളുടെ യാത്രയിൽ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ട കഴുതേനെ കണ്ടിട്ട് അവൻ ഭയങ്കര വിഷമിച്ചു. ഗുരുക്കളെ പോയിട്ട് ഈ മണ്ടൻ്റെ കയ്യിലാണല്ലോ കഴുതേനെ തന്നത്, ബുദ്ധിയുള്ള ഒരാളുടെ കയ്യിൽ തന്നില്ലെങ്കിൽ കഴുതയെങ്ങനെ രക്ഷപ്പെടാമെന്ന് ഇയാൾ എന്ത് ചെയ്തു? അവിടെ ഈ കഴുതേനെ കുഴിച്ചിട്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര പശ്ചാത്താപമായി. ഞാൻ കാരണം കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു ജീവൻ പോയല്ലോ എന്ന് മനസ്സാക്ഷിയുണ്ട് മണ്ടനാണെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഈ കഴുതേനെ അവിടെ കുഴിച്ചിട്ടിട്ട് ഒരു സമാധി ഉണ്ടാക്കിയിട്ട് ഇയാളിങ്ങനെ ചുറ്റം നോക്കുമ്പോൾ ആ സമാധി ഉണ്ടാക്കിയതിൻ്റെ ചുറ്റം കുറച്ച് പഴവർഗ്ഗങ്ങളൊക്കെ ഉള്ളത്, കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശിഷ്യൻ എന്ത് വിചാരിച്ചു? ഇനിയിപ്പോൾ എവിടേക്ക് പോകാൻ? ഈ കഴുതയോടെ എനിക്കൊരു ആത്മബന്ധം തോന്നുകയും ചെയ്തു, എൻ്റെ ഒപ്പം നടന്നിട്ട് മരിക്കുകയും ചെയ്തു, ഇന്ന് ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ചുറ്റുവട്ടുള്ള പൂവൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കഴുതയുടെ സമാധിയുടെ മുകളിൽ ദിവസം ഇട്ടിട്ട് ഇയാൾ അവിടെ തന്നെ ഇരുന്നു. ഇയാൾ ധ്യാനിക്കൊന്നുമില്ല, ഞാനിങ്ങനെ എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചുകൊണ്ട് കണ്ണടച്ചിട്ടിരിക്കുകയാണ്. അവിടെ തന്നെ കിടക്കും, എണിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കും, പൂവും കുറേ പഴം പൊട്ടിച്ചിട്ട് വരും, തിന്നും, അവിടെ ഇരിക്കും.
കുറേ കാലക്രമേണ ആൾക്കാരിങ്ങനെ പോയി വരുമ്പോൾ ഇത് ശ്രദ്ധിച്ചപ്പോൾ ഒരു സന്യാസി ഇരിക്കുന്നുണ്ട്, തൊട്ടടുത്തൊരു സമാധിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാരെന്ത് വിചാരിക്കും, ഒരു സിദ്ധൻ അവൻ്റെ ഗുരുക്കളുടെ സമാധിൻ്റെ അടുത്ത് ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇയാളോട് വന്നിട്ട് എന്താ അത് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു സമാധിയാണ് പറഞ്ഞു. ആരുടെയാണ് പറഞ്ഞപ്പോൾ എൻ്റെ ഒപ്പമുള്ള ആളുടെയാണ് പറഞ്ഞു. അപ്പോൾ ആൾക്കാരെന്നെ ചിന്തിച്ചു, എന്താ അറിയോ, ഇയാളൊരു സന്യാസി ചെറുപ്പക്കാരൻ, അയാളുടെ ഗുരുനാഥനായിരിക്കും ആ സമാധിക്ക് കാവൽ നിൽക്കണമെങ്കിൽ അയാൾ മഹത്തായ വ്യക്തിയായിരിക്കും പറഞ്ഞിട്ട് ഓരോരുത്തരും വന്നിട്ട് പൂക്കട കൊണ്ടുവന്ന സമാധിയുടെ മുകളിൽ ഇടാൻ തുടങ്ങിയത്, ഈ കഴുതയുടെ സമാധിയുടെ മുകളിൽ. അങ്ങനെ ചിലർ വീട്ടിൽ പോയിട്ട് സ്വപ്നം കണ്ടപ്പോൾ സ്വപ്നത്തിൽ ഏതോ ഒരു ദിവ്യശക്തി വന്ന് പറയുകയാണ്, നീ എൻ്റെ സമാധിയിൽ വന്ന് തൊഴുതാൽ നിനക്ക് ഇന്ന സംഭവം ഇവിടെ നടക്കുന്നു. അപ്പോൾ ഒരാളെ സ്വപ്നം കണ്ടപ്പോൾ അയാൾ വന്ന് ഈ കഴുതയുടെ സമാധിയുടെ മുകളിൽ, കഴുതയെന്ന് അവർക്കറിയില്ല, ആ സമാധിയുടെ മുകളിൽ പൂക്കൾ കൊണ്ടുവന്നിട്ട് തൊഴുതു. നേരെ പോയി അയാൾ സ്വപ്നം കണ്ടത് ഫലിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ഇന്ന സ്വപ്നം കണ്ടു, ആ മഹാമുനി ആരോ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അയാളുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പറഞ്ഞു. അതെയോ പറഞ്ഞു. പിന്നെ ആൾക്കാരുടെ പ്രവാഹങ്ങൾ തുടങ്ങി, ലക്ഷങ്ങൾ കോടികളായി ആൾക്കാർ തിക്കും തിരക്കും ഈ സമാധിയുടെ നമ്പർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു നല്ല സമയം എന്ന് പറയട്ടെ, പോയി പ്രാർത്ഥിച്ചവൻ്റെ പ്രാർത്ഥനകൾ മുഴുവനും ഇവിടെ നടന്നു. അപ്പോൾ ഈ മണ്ടെന്ന് വിളിച്ച ആളുണ്ടല്ലോ, ഇയാൾ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ അടുത്ത് കൊണ്ടുപോയി കാശിടുക, ആ കഴുതയുടെ സമാധിയിൽ കൊണ്ടുപോയി തൊഴുക. വന്ന് ചോദിക്കും, ഈ സമാധിയിൽ കിടക്കുന്ന ആളുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെയായി വരുമ്പോൾ ഈ മണ്ട ഒന്നും മിണ്ടില്ല. സ്വാഭാവികമായിട്ട് ആ മണ്ടനാണല്ലോ. അപ്പോൾ ആയിരിക്കും ചിലപ്പോൾ ആ സമാധിയിൽ തൊഴുത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അയാൾ മിണ്ടാണ്ടായി. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ കൊട്ടാരം പോലെ ഒരു സംഭവം അവിടെ ഉയർന്നു വന്നു. എങ്ങനെ, ഒരു പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞാൽ ആര് കണ്ടാലും ഞെട്ടിപ്പോവും. പണ്ട് ഗുരുക്കളുടെ പ്രാർത്ഥനാലയം എന്നല്ല, ഇതൊക്കെ നല്ല മാർബലും കൊണ്ട് പണിത് അടിപൊളി ഒരു പ്രാർത്ഥനാലയം ആൾക്കാരവിടെ പണിത് കൊടുത്തു. അതിൽ മെയിൻ ആളായിട്ട് ഈ മണ്ടനായ ശിഷ്യനും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ജനപ്രവാഹമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ കഴുതയുടെ സമാധി ഒന്ന് തൊടുകണമെങ്കിൽ എത്രയോ മണിക്കൂർ ക്യൂ നിൽക്കണം. പക്ഷെ ആർക്കും അറിയില്ല അവിടെ ഉള്ളത് കഴുതയാണെന്നുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ദിവസം ഇയാളുടെ യഥാർത്ഥ ഗുരുവില്ലേ, നാട് മുഴുവൻ സഞ്ചരിച്ച് തെണ്ടിത്തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്, ഒരു ഗതിയില്ലാണ്ട് ചോറിനൊക്കെ പിശ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളാണ് ഈ ശിഷ്യനെ മണ്ടാന്ന് വിളിച്ചത്. അപ്പോൾ അയാളിങ്ങനെ വന്ന് നോക്കുമ്പോൾ വലിയൊരു ആലയം, എന്താണത്? അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ശിഷ്യൻ അയാളുടെ മഹാഗുരുക്കളുടെ സമാധിയാണ്, അവിടെ പോയിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് വന്നൊരു ഗുരുക്കളുടെ നേരെ ഉള്ളിൽ കയറി ഗുരുക്കളൊന്ന് പ്രാർത്ഥിച്ചിട്ട് ആരാണ് ഇതിൻ്റെ നടത്തുകാർ വന്നിട്ട് ഉള്ളിൽ പോയിട്ട് ആ നടത്തുകാരനൊന്ന് കാണണം വന്നിട്ട് ഉള്ളിൽ പോയി നോക്കുമ്പോൾ ഇയാളുടെ മണ്ടനായ ശിഷ്യൻ. അപ്പോൾ ശിഷ്യ എന്തായി അത്ഭുതം, നീ എന്നെ വിട്ടിട്ട് വേറെ ആരുടെ ശിഷ്യനായി ചോദിച്ചു. ഞാൻ ആരുടെ ശിഷ്യനായിട്ടില്ല ഗുരുക്കളെ പറഞ്ഞു. അപ്പോൾ ഈ സമാധിയിലുള്ളത് എന്താണ്? സമാധിയിലുള്ളത് സമാധിയാണ് പറഞ്ഞു. അതെ, ആരുടെ സമാധിയാണ്? അതൊരു ജീവൻ്റെ സമാധിയാണ്. എടാ മണ്ടായി, നിൻ്റെ ഈ ഗുരുക്കളുടെ പേര് എന്താണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കഴുതയാണ് പറഞ്ഞു. എന്ത് കഴുതയോ? ഗുരുക്കൾ അന്ന് കഴുതയില്ലേ, ആ കഴുത തന്നെയാണ് ഈ സമാധിൻ്റെ ഉള്ളിൽ പറഞ്ഞു. എടാ ഈ കഴുതേനെയാണോ ഈ ജനകോടികൾ വന്ന് പ്രാർത്ഥിക്കണേ പറഞ്ഞു. അതേ സ്വാമീജി, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അവൻ്റെ വിശ്വാസം. അവരവിടെ വന്ന് എന്തൊക്കെ പ്രാർത്ഥിച്ചു അതൊക്കെ നടന്നു പറഞ്ഞു. അപ്പോൾ ഗുരുക്കളൊന്ന് ആലോചിച്ചു, വെറുതെ അല്ലാട്ടറ ശിഷ്യ, ഈ ലോകത്ത് നിന്നെ മണ്ടെന്ന് വിളിച്ചവരും മണ്ടന്മാരാണ്, അവനെ കഴുതേന്ന് വിളിച്ചവരും മണ്ടന്മാരാണ്. കാരണം എനിക്കിപ്പോൾ ഒരു സത്യം മനസ്സിലായി, നമ്മുടെ ശ്രദ്ധ ഭക്തി ആണ് യഥാർത്ഥ വിഗ്രഹം. നിങ്ങൾ എത്ര വലിയ പുണ്യക്ഷേത്രത്തിൽ പോയാലും ആ ക്ഷേത്രത്തിലല്ല ശക്തിയുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് ശക്തിയുള്ളത്. നിങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന, അതിലാണ് ദൈവസാന്നിധ്യം വന്ന് കൂടുന്നത്. നിങ്ങൾ കല്ലിനെ ദൈവമായിട്ട് കരുതിയാൽ ആ കല്ലിൽ ദൈവമുണ്ട്. നിങ്ങൾ ദൈവത്തിനെ കല്ലായിട്ട് കരുതിയാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലാതെ പോയാൽ ദൈവം പോലും കല്ലായി പോകും. എന്ന് വെച്ചാൽ നിങ്ങളൊരു കല്ല് വെച്ച് ആ കല്ലിനെ ആത്മാർത്ഥയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഭഗവാനെ എന്നെ കാത്തുരക്ഷിക്കണം എന്ന് ആത്മാർത്ഥയോടും ആ കല്ലിനോട് നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും ആ കല്ലിലും ദൈവം ഉണ്ടാവും. അതെ, ദൈവം തന്നെ മുന്നിൽ വന്ന് നിന്നിട്ട് ആ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ പരിശുദ്ധിയും നിങ്ങളുടെ സമർപ്പണവും നൽകാതിരുന്ന ആ ദൈവം പോലും കല്ലായി പോകും. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു കഴുതയാണ്. ആ കഴുതേനെ മഹാജ്ഞാനിയായിട്ടും സംഭവമായിട്ടും വിചാരിച്ചുകൊണ്ട് ആൾക്കാർക്ക് ഒരു ചക്ക വീണ് മോയിൽ ചത്തു പറഞ്ഞിവിടെ എല്ലാം സംഭവിച്ചു. വിശ്വാസം കൂടിയാൽ വലിയ സമയമൊന്നും വേണ്ടല്ലോ. പിന്നെ ഭക്തൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഒരു വിശ്വാസം നടന്ന ആ വിശ്വാസം അടുത്ത വിശ്വാസത്തിൻ്റെ അടുത്ത് പറയും, ആ വിശ്വാസം മൂന്നാമത്തെ ഒരു വിശ്വാസത്തിൻ്റെ അടുത്ത് പറയും. അങ്ങനെ വിശ്വാസ സംഘടനകൾ കൂടും. അങ്ങനെ വിശ്വാസം കൂടിയ ഭക്തരെക്കാട്ടിലും വലിയ പ്രാന്തന്മാരില്ല. അവർ കൊണ്ടുപോയ ലക്ഷങ്ങളാക്കും, കോടികളാക്കും, കോടികൾ വജ്ര വൈഡൂര്യങ്ങളാക്കും. അങ്ങനെ ഇറക്കി. അപ്പോൾ സ്വാമീജി പറഞ്ഞു, ഈ സത്യം ഞാൻ ആരും അറിയാൻ പോകണ്ട, കഴുത ഒരു മഹത്തായ സ്ഥാനത്ത് അവിടെ ഇരുന്നോട്ടെ, കാരണം അതും ഒരു ജീവനാണല്ലോ. അപ്പോൾ ഇതും കൊണ്ട് നിനക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ, നീ ഇനി മണ്ടനല്ല, നിന്നെ ഞാൻ മണ്ടെന്ന് വിളിക്കൂല്ല, അമ്മ എന്നെ വിളിക്കരുത്, അപ്പോൾ വിളിക്കൂല്ല. അപ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് പറഞ്ഞാൽ, നിൻ്റെ വിശ്വാസം, നിൻ്റെ സമർപ്പണം, നിൻ്റെ ആത്മാർത്ഥത തന്നെയാണ് നിന്നിൽ ഒതുങ്ങിയിട്ടുണ്ട് നിൻ്റെ ദൈവം.
നീ ഒരു പുല്ലെടുത്ത് അവിടെ വെച്ചിട്ട് ആ പുല്ലിനൊരു പൂവ് വെച്ചിട്ട് നീ ഭഗവാനാണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുന്ന നിന്റെ ഭഗവാൻ ആ പുല്ലിൽ വന്ന് നിനക്ക് അനുഗ്രഹിക്കും, ആ പുല്ലിൽ നിനക്ക് ദർശനം നൽകും. അതിൻ്റെ പകരം നീ വജ്രവൈഡൂര്യം തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് നീ ഭഗവാനാണെന്ന് പറഞ്ഞ നിന്റെ സമർപ്പണം അതിലില്ലെങ്കിൽ, നിന്റെ സത്യസന്ധത നിനക്കില്ലെങ്കിൽ, നിന്റെ വിശ്വാസം പൂർണ്ണമായി നീ അതിക്ക് നൽകിയില്ലെങ്കിൽ ആ വജ്രവൈഡൂര്യത്തിനും വിലയുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാം പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുമ്പോൾ ആ പുണ്യക്ഷേത്രങ്ങളിലെ ദൈവം ഉണ്ടെന്ന് വിചാരിച്ച് പോകരുത്. ഇന്ന അമ്പലത്തിൽ പോയാൽ മാത്രമേ എനിക്ക് പുണ്യം കിട്ടുള്ളൂ, ഇന്ന സന്യാസി പ്രാർത്ഥിച്ചാൽ മാത്രമേ എനിക്ക് മോക്ഷം കിട്ടുള്ളൂ എന്ന് വിചാരിക്കരുത്. നിൻ്റെ ഉള്ളിലുള്ള ആത്മാർത്ഥതയും നിൻ്റെ ഉള്ളിലുള്ള വിശ്വാസവും ദൃഢപ്പെടുത്തിയിട്ട് നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു ചെറിയ അമ്പലത്തിൽ പോയാലും ആ അമ്പലത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ അവിടെയും വരും. കാരണം സർവ്വവ്യാപിയാണ് ശക്തനായ ദൈവം. നിങ്ങൾ ഏത് ശക്തിയിലാണോ വിചാരിക്കുന്നത്, ഏത് മതത്തിലാണോ വിചാരിക്കുന്നത്, ആ മതഗ്രന്ഥത്തിനനുസരിച്ച് നിങ്ങൾ എവിടെ പോയിട്ട് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ, ശക്തി ഉണ്ടെങ്കിൽ അതിനെക്കാളും വലിയൊരു ദൈവമില്ല. അപ്പം പറയും, ഈ മണ്ടൻ എന്ന് വിളിച്ചവൻ മണ്ടനായോ? ആ മണ്ടന് ദൈവം കാണിച്ച വഴി കണ്ടോ? ആ ഈ കഴുതാന്ന് വിചാരിച്ചിട്ട് അല്ല, ഹീന മൃഗമായി എല്ലാവരും കഴുതാന്ന് വിളിക്കുമ്പോൾ മോശപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരാളുടെ നീ കഴുതിയാണ് പറയുമ്പോൾ സമാധിയായിട്ടും കൂടി കഴുത ഈശ്വരന് തുല്യായി എന്നുള്ളത് മനസ്സിലായോ? അപ്പൊ ഇതുകൊണ്ട് എന്താ മനസ്സിലാക്കിയത്? ഇത്രേ മനസ്സിലാക്കാനുള്ളൂ. വിശ്വാസമാണ് മനുഷ്യന്റെ എല്ലാം. മനസ്സിലായി? അതുണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടി കറിവേപ്പിലിട്ട് അടച്ചു വെക്കുക. ഇതാണ് തോരൻ, മെഴുക്കുവരട്ടി അല്ലേ തോരൻ. അപ്പോ നിങ്ങൾ ആ കഴുതേനെ നോക്കിയിട്ട് മുട്ടും കുത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ കഴുതയുടെ സമാധിയിൽ കേട്ട പ്രാർത്ഥനകൾ കഴുതയല്ല, സാക്ഷാൽ ഈശ്വരനാണ്. കാരണം നീ സമർപ്പിക്കുന്നത് നിന്റെ മനസ്സാണ്, നിന്റെ ശ്രദ്ധയാണ്, നിന്റെ ഭക്തിയാണ്. ആ ഭക്തി നീ എവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കേണ്ട വ്യക്തി കേട്ടിട്ടുണ്ടാവും. ആ സത്യമാണ് ദൈവം. മനസ്സിലായില്ലേ? കഴുതേനും മനുഷ്യനെയൊക്കെ ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. ഒരു മനുഷ്യൻ സമാധിയായിട്ട് ശ്രേഷ്ഠനാണെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചാൽ പല കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കഴുതയിൽ നിന്നും അത് കിട്ടാൻ വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ടൊരു കഴുതയുടെ സമാധിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ കഴുത അവിടെ കേട്ടത് നിങ്ങളെ അനുഗ്രഹിച്ചതല്ല, അനുഗ്രഹിച്ചത് സർവശക്തനായ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന മുഴുവൻ കേട്ടതും സ്വീകരിച്ചതും ഭഗവാനാണ്. എന്തുകൊണ്ട്? അല്ല, എനിക്ക് സ്വയം ഒരു അനുഭവം ഉണ്ടല്ലോ. അച്ഛൻ പച്ചവെള്ളം കൊണ്ടുവന്ന് അത് പറഞ്ഞിട്ടുണ്ടാവും. ദൈവത്തിന് വിചാരിച്ച ആ കോട്ടന്മ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ വീട് വിട്ടു പോയിട്ട് അതും ഒരു സമർപ്പണം, ഒരു വിശ്വാസം. തീർച്ചയായിട്ടും പൈപ്പിലുള്ള വെള്ളമായിരുന്നു അല്ലേ? അത് സത്യം. അപ്പൊ നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ദൈവം. അപ്പോൾ ഇനി ആരും നമ്മുടെ മണ്ടെന്ന് വിളിക്കുന്നതിനേക്കാളും മുമ്പ് ഒരു പ്രാവശ്യം കൂടി അമ്മ ശ്രദ്ധിക്കണം. പിന്നെ ആരെങ്കിലും കഴുതേന്ന് വിളിക്കുന്നതിനേക്കാളും അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും നമ്മൾ കഴുതാന്ന് വിളിക്കുമ്പോൾ കഴുതയ്ക്ക് കൊണ്ടൊരു സാധനം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉപ്പേരി, ചക്കക്കുരു കൊത്തവരയും കൂടിയിട്ടുള്ള ഉപ്പേരി. ഇതൊരു ടേസ്റ്റ്, ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കൊത്തവരൊക്കെ ചിലർ ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് പച്ചക്കറി എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതിലുള്ള ചക്കക്കുരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇനിയിപ്പോ കൊത്തവര ഇഷ്ടപ്പെടാത്തവർ ഈ ചക്കക്കുരു ഇങ്ങനെ കഴിക്കുമല്ലോ, അത് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിന് ചക്കക്കുരു ഇട്ടത്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉപ്പേരി. കറിയൊക്കെ ഇന്നത്തെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും വെച്ചില്ല. അപ്പോ